ആരൊക്കെ ജീവിതത്തിൽ ആരോഗ്യമുള്ളപ്പോൾ സമൃദ്ധിയുള്ളപ്പോൾ ദൈവത്തെ വിളിക്കുവോ കഷ്ടകാലത്ത് ദൈവങ്ങളുടെ കൂടെ ഉണ്ടാകും. ഹല്ലേലൂയ. ചെറുപ്രതി ഹല്ലേലൂയ. നമുക്ക് ശക്തിയോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ശരിയല്ലേ? എന്താ ഇത് എഴുതിയിരുന്നത്? യൗവനകാലത്ത് മാത്രമാണോ ഓർത്തുകൊണ്ടാകും പറയണേ? അല്ല. യൗവനകാലം എന്ന് പറയുമ്പോൾ സുഖമുള്ള സമയം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുഖമുള്ള അതിന്റെ ശുഭകാലത്ത് ദൈവത്തെ അന്വേഷിക്കുക. ശുഭകാലത്ത് ദൈവത്തെ അന്വേഷിച്ചാൽ കഷ്ടകാലത്ത് ദൈവം കൂടെ ഉണ്ടാകും. എനിക്ക് നാം പറയാൻ പറയും. ഹല്ലേലൂയ. എന്തിനാ ഈ ഉപവാസവും ഈ നോമ്പും എന്തിനാണ്? പലരും ചിന്തിച്ചിട്ടില്ല. എൻ്റെ പറഞ്ഞ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഇങ്ങനെ പട്ടിണി കിടക്കണം? പല കാര്യമില്ല. ഭക്ഷണം കഴിച്ച് ദൈവത്തെ ആരാധിച്ച പോലെ എന്തിനാ ഭക്ഷണം കഴിക്കാൻ ദൈവത്തെ ആരാധിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? ബൈബിള് പറയണം. ബൈബിൾ അങ്ങനെ പറയുന്നേ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. ബൈബിള് പലയിടത്തും പറയുന്നുണ്ട്. എനിക്ക് അതുകൊണ്ടാണ് നിങ്ങളോട് ചൂണ്ടിക്കാണിക്കാറുണ്ട്. എങ്ങനെ പാപം കടന്നു വന്നേ? ഭൂമിയിൽ പാപം കടന്നു വന്നത് എങ്ങനെയാണ്? ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉൽപ്പത്തിയുടെ 1-ാം പുസ്തകത്തിൽ നമ്മൾ വായിക്കും, അല്ലേ? ശരിയല്ലേ? ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. എല്ലാം സൃഷ്ടിച്ച ശേഷം 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം പറഞ്ഞു, ഈ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ബലം നീ തിന്നരുത്. ശരിയല്ലേ? അങ്ങനെയാണോ ചേച്ചി? എടുത്ത് ചേച്ചി പറയണം, അങ്ങനല്ലേ? ഈ തോട്ടത്തിന്റെ നടുവിൽ എന്റെ മോന്റെ സൺഡേ സ്കൂൾ അധ്യാപിക കുഞ്ഞുനാളുപോലെ ചേച്ചിയാണ് അവരെ പഠിപ്പിച്ചത്. അപ്പോ ഈ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, നിങ്ങൾ തിന്നരുത് എന്ന് പറഞ്ഞു. അവരനുസരിച്ചോ? ഇല്ല. ഇവിടെ ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെയാണ് സാത്താൻ ഉണ്ടായത്. സാത്താൻ ഭൂമിയിലുണ്ട്. പണ്ട് സ്വർഗത്തിൽ നിന്ന് വിട്ടേറ്റ് ഭൂമിയിലുള്ള മാനവബന്ധം സാത്താൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകൾക്കും ദൈവത്തിന്റെ പുത്രന്മാർക്കും എതിരായി അന്നും ഇന്നും സാത്താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അന്നും ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. യേശുവിന്റെ ശക്തിയാണോ വ്യക്തിയാണോ? അറിയോ? യേശു ശക്തിയല്ല, യേശു വ്യക്തിയാണ്. യേശു 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടുന്നുവോ അവരുടെ മധ്യത്തിൽ കടന്നു വരുന്ന ഒരു വ്യക്തിയാണ് യേശു. നമ്മുടെ കണ്ണുകളോട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. യേശു നമ്മളൊരു വ്യക്തിയായിട്ട് കൂടിയുണ്ട്. സാത്താൻ അതുപോലെ ശക്തിയല്ല, ഒരു വ്യക്തിയാണ്. സാത്താൻ അന്നും എന്നും ഒരു വ്യക്തിയായിട്ട് ഇന്നും അതുപോലെ. എന്തുകൊണ്ട് ഭക്ഷണം, രുചികരമായ ഭക്ഷണം ഉപേക്ഷിക്കണം എന്ന് പറയുന്നു? എന്തുകൊണ്ടാണ്? ഉൽപ്പത്തിയുടെ പുസ്തകം ദൈവം പറഞ്ഞു, ഈ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്. സാത്താന്റെ കൽപ്പന കേട്ടിട്ട് ആ വൃക്ഷത്തിന്റെ ഫലം തന്നെ പറിച്ചു തിന്നു. മനുഷ്യൻ പാപിയായി മാറി. ഇവിടെ ഭക്ഷണത്തിലൂടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പാപം വിട്ടുപോകണമെങ്കിൽ രുചികരമായ ഭക്ഷണം ഉപേക്ഷിക്കണം. അതാ നിയമം. ഭക്ഷണത്തിലൂടെ ഉള്ളിലേക്ക് കടന്നു വന്ന പാപം ആദാമിലൂടെ ഔവയിലൂടെ ആ മനുഷ്യവൃത്തത്തിലേക്ക് പടർന്നു വന്ന പാപം മാറിപ്പോണമെങ്കിൽ രുചികരമായ ഭക്ഷണം ഉപേക്ഷിക്കണം. അവർക്ക് കണ്ണിന് കാഴ്ച തിമ്പവും അവർക്ക് രുചികരമായിട്ട് തോന്നി അവർ പറിച്ചു കഴിച്ചു, അല്ലേ? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? ഇവിടെ അങ്ങനെ വചനം എഴുതിയിരിക്കുന്നത്. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, ഞാൻ പഴയ ഭാഗത്ത് ഒരു ഭാഗത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. എസ്തേറിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അവിടെ അഹസ്വേരോസ് രാജാവ് ഉണ്ടായിരുന്നു. എസ്തേറിന്റെ പുസ്തകത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഒരു രാജാവിന്റെ പേരാണ്, അഹസ്വേരോസ് രാജാവ്. ഈ രാജാവ് ഒരു രാജ്യത്തിന്റെ രാജാവായിരുന്നു. ആ രാജാവിന്റെ കീഴിലായിരുന്നു ആ രാജ്യം മുഴുവൻ. രാജകൽപ്പനയ്ക്ക് അപ്പുറം മറ്റൊന്നുമില്ല. അത്തരത്തില് ഒരു ഭരണാധികാരിയായി ഒരു രാജ്യത്തിന്റെ മുഴുവൻ ചുമതലയിൽ ഏറ്റെടുത്ത് ഓരോ കൽപ്പനകളും വിളംബരം ചെയ്ത വ്യക്തി. ഇന്നും രാജഭരണമുള്ള രാജ്യമുണ്ട് നമ്മുടെ ലോകത്ത്. രാജാവിന്റെ ഭരണമുള്ള രാജ്യം ഇന്നുമുണ്ട്, അന്നുണ്ടായിരുന്ന പോലെ. അപ്പോ അഹസ്വേരോസ് രാജാവിന്റെ കൊട്ടാരത്തില് ആ കൊട്ടാരത്തെ മനസ്സിലോർപ്പിക്കുകയാണ്. ആ കൊട്ടാരത്തിന്റെ വാതിൽക്കൽ ഒരു സെക്യൂരിറ്റി ജോലി, വാതിൽ കാവൽക്കാരൻ ഉണ്ടായിരുന്നു. അയാളുടെ പേര് മൊർദെഖായി. പേരെന്താ? മൊർദെഖായി. അപ്പോ ഈ അഹസ്വേരോസ് രാജാവിന്റെ കൊട്ടാരത്തില് വാതിൽ കാവൽക്കാരനായിരുന്നു മൊർദെഖായി. ആ രാജകൊട്ടാരത്തിൽ തന്നെ പ്രധാനമന്ത്രി ഒരാളുണ്ടായിരുന്നു. അയാളുടെ പേര് ഹാമാൻ. അതിന്റെ പേര് ഹാമാൻ. രാജകൊട്ടാരത്തിലെ പ്രധാനമന്ത്രി ഹാമാനായിരുന്നു. ഇതിലൊരു പ്രത്യേകത, മൊർദെഖായി ഒരു യഹൂദനായിരുന്നു. അതുപോലെ മറ്റുള്ള യഹൂദന്മാരല്ല. അപ്പോ യഹൂദന്മാർക്കൊരു പ്രത്യേകതയുള്ളത്, അവരുടെ ദൈവത്തെ മാത്രമേ അവർ ആരാധിക്കൂ.
ഈ രാജ്യത്തിലേക്ക് കടന്നു വന്ന് രാജകൊട്ടാരത്തിന്റെ വാതിൽ കാവൽക്കാരനായിരിക്കുമ്പോ ആ രാജകൊട്ടാരത്തിലെ കൽപ്പന പ്രകാരം അവിടെ ഉണ്ടാക്കുന്ന എന്ത് ഭക്ഷണവും അവർ കഴിക്കണം. രാജാവ് പറയുന്നു മാംസം, രാജാവ് പറയുന്ന മാംസം കഴിക്കണം, എന്ത് ഭക്ഷണവും കഴിക്കണം. പക്ഷേ യഹൂദനായ മൊർദെഖായിക്ക് അതനുസരിക്കുവാനോ അത് ഭക്ഷിക്കുവാനോ സാധിച്ചിട്ട് ചെയ്തില്ല. അങ്ങനെ രാജകൊട്ടാരത്തിൽ കുറെ നാൾ കഴിയുമ്പോൾ ഈ ഹാമാന് മൊർദെഖായിയോട് വളരെ വിഷമം തോന്നി. വിഷമം എന്ന് പറയുമ്പോൾ അസൂയ എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് കടന്നുപോയി. ഈ മൊർദെഖായി എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന ചിന്ത ഉള്ളിലേക്ക് കടന്നു വന്നു. ഈ ചിന്ത ഉള്ളിലേക്ക് കടന്നു വന്ന് കുറെ നാൾ കഴിയുമ്പോൾ 180 ദിവസത്തെ ഒരു ആഘോഷ പരിപാടികൾ ആ രാജ്യത്ത് സംഘടിപ്പിച്ചു. 180 ദിവസത്തെ ആഘോഷ പരിപാടികൾ. ഈ ആഘോഷ പരിപാടികളിൽ വിവിധ രാജ്യങ്ങളിലെ രാജാക്കന്മാർ, നേതാക്കന്മാർ ഒക്കെ ആ രാജ്യത്തേക്ക് വിളിച്ചു. എല്ലാവരും ആ രാജ്യത്തേക്ക് കടന്നു വന്നു. അഹശ്വേരോസ് രാജാവ് അവർക്ക് ഒരുക്കിയ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് മറ്റു രാജ്യങ്ങളിൽ വന്നവരൊക്കെ കഴിച്ചു മടങ്ങി പോകും. മറ്റു പലരും കടന്നു വരും. അങ്ങനെ വളരെ ഉത്സവ സമ്പന്നമായ ഒരു രാജ്യം അവിടെ ഉണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് 7 ദിവസത്തെ ഉത്സവം, ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം. പ്രിയമുള്ളവരെ, ആ 7 ദിവസത്തെ ഉത്സവത്തിലെ എല്ലാ രാജ്യത്തിലെയും പ്രധാനപ്പെട്ട രാജാക്കന്മാരെ, പ്രധാനമന്ത്രിമാരെ, മറ്റു നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ ഒക്കെ രാജസന്നിധിയിലേക്ക് വിളിച്ചുകൂടി. അവർ ഭക്ഷണമൊക്കെ വെച്ച് വിളമ്പി. അപ്പോ വീഞ്ഞു കുടിച്ച് മത്തനായി നിൽക്കുന്ന അഹശ്വേരോസ് രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. തന്റെ രാജ്ഞിയുടെ പേര് വാസ്തി രാജ്ഞിയോട് പറയാൻ ഭൃത്യന്മാരെ പറഞ്ഞയച്ചു. രാജ്ഞിയെ അണിഞ്ഞൊരുങ്ങി ഈ വീതിലേക്ക് കടന്നു വരണം. ഈ 7 ദിവസത്തെ പ്രത്യേക ഉത്സവത്തിൽ ഒരു ദിവസം രാജ്ഞി കടന്നു വരണം. മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി സുന്ദരിയായ രാജ്ഞി ഒരുങ്ങി ഇവിടേക്ക് വരണം എന്ന് രാജകൽപ്പന. പ്രിയമുള്ളവർ, ഇത് പറയുമ്പോൾ ഭൃത്യന്മാർ അവിടെ കടന്നുപോയി പറഞ്ഞു. രാജ്ഞിയോട് പറഞ്ഞു, വാസ്തി രാജ്ഞിയോട് പറഞ്ഞു, രാജകൽപ്പനയാണ്, എത്രയും വേഗം നിങ്ങൾ നന്നായിട്ട് ഒരുങ്ങി വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് നന്നായിട്ട് ഒരുങ്ങി നിങ്ങൾ രാജസന്നിധിയിൽ മറ്റുള്ള മുമ്പിൽ നിങ്ങളെ കാണിക്കുവാൻ കടന്നു വരണം. പ്രിയമുള്ളവരെ, വാസ്തി രാജ്ഞി അത് അനുസരിച്ചില്ല. പ്രിയമുള്ളവരെ, ചില കാര്യങ്ങൾ അനുസരിക്കാൻ പറ്റാതെ അല്ലെ, വാസ്തി രാജ്ഞി രാജകൽപ്പനയോ മറ്റൊന്നും പേടിച്ചില്ല, അതനുസരിച്ചില്ല. രാജ്ഞി വന്നില്ല. പ്രിയമുള്ളവരെ, ആ സമയത്ത് ആ രാജ്യത്തിലെ രാജാവ് ഈ രാജ്ഞി എന്താ ചെയ്യേണ്ടത്? ഇനി രാജകൽപ്പന പ്രകാരം വന്നുകൊള്ളേണ്ടതാണ്. അപ്പൊ എല്ലാവരും പറഞ്ഞു, ഈ രാജ്ഞി സ്ഥാനത്ത് നിന്ന് വാസ്തി രാജ്ഞിയെ ഒഴിവാക്കുക. അങ്ങനെ പ്രിയമുള്ളവരെ, ഈ രാജാവിന്റെ ഭാര്യ വാസ്തി രാജ്ഞിയെ ആ രാജസന്നിധിയിൽ രാജ്ഞി പദത്തിൽ നിന്ന് ഒഴിവാക്കി അവിടെ പറഞ്ഞയച്ചു. ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു രാജ്ഞി ആ സ്ഥലത്ത് ഇല്ലാതായിരിക്കുമ്പോ 2-3 മാസങ്ങൾ കഴിഞ്ഞപ്പോ ആ രാജ്യത്തിലെ പ്രധാന വ്യക്തികൾ, പണ്ഡിതന്മാരും മറ്റു പുരോഹിതന്മാരും മറ്റെല്ലാം രാജാവിന് പറഞ്ഞു, രാജാവ് ഇങ്ങനെ രാജ്ഞിയില്ലാതെ രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല, രാജ്ഞിയെ കണ്ടുപിടിക്കണം. രാജാവ് ആലോചിച്ചത് ശരിയല്ല, എന്താ ചെയ്യുക? പ്രിയമുള്ളവരെ, അപ്പൊ രാജാവിനോട് മറ്റുള്ളവരും പറഞ്ഞു, ഹാമാനും മറ്റുള്ളവരെല്ലാവരും ചേർന്ന് പറഞ്ഞു, നമുക്ക് കുറെ പെൺകുട്ടികളെ രാജസന്നിധിയിലേക്ക് കൊണ്ടുവരാം. അതിൽ രാജാവിന് ഇഷ്ടപ്പെട്ട ഒരാളെ രാജാവ് തിരഞ്ഞെടുക്കാം. അതാ രാജാവിന്റെ കൽപ്പന പ്രകാരം അത്തരത്തിൽ കൽപ്പന പുറപ്പെടുവിച്ചു. കുറെ പെൺകുട്ടികൾ ആ സമയം രാജ്ഞിപദത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കും പോലെ ആ രാജ്യത്തിലേക്ക് കടന്നു വന്നു. അതിലൊരാളായിരുന്നു എസ്തേർ. എസ്തേറിന് അപ്പനുമില്ല, അമ്മയുമില്ല. ഒരു സാധു പെൺകുട്ടി, അനാഥ പെൺകുട്ടി, ആരുമില്ലാത്തത്. പക്ഷേ അവൾ കുഞ്ഞുനാൾ പോലെ അവൾ വളർന്നത് മൊർദെഖായി എന്ന് പറയുന്ന അകന്ന ബന്ധുവിന്റെ കൂടെ അവൾ വളർന്നത്. മൊർദെഖായി കുഞ്ഞുനാൾ മുതൽ തന്നെ ദൈവത്തിന്റെ കൽപ്പനകളും വചനങ്ങളും പഠിപ്പിച്ച് ആ കുടുംബത്തിൽ മൊർദെഖായി എസ്തേർ നന്നായിട്ട് വളർത്തി. എസ്തേറിനെയും ഈ ഇന്റർവ്യൂവിൽ പങ്കെടുപ്പിക്കുവാൻ വേണ്ടി മൊർദെഖായി കൊണ്ടുവരികയുണ്ടായി. പ്രിയമുള്ളവരെ, ഈ രാജസന്നിധിയിലേക്ക് എസ്തേറിനെ കൊണ്ടുവന്ന് മറ്റു പെൺകുട്ടികളോടൊപ്പം നിന്നു. പക്ഷെ എല്ലാവരും രാജാവ് കണ്ടു. രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എസ്തേറിനെയാണ്. എസ്തേറിനെ സെലക്ട് ചെയ്തു, രാജ്ഞിയായി എസ്തേർ ആ കുടുംബത്തിൽ കടന്നു വന്ന് മറ്റുള്ളവരും പറഞ്ഞയച്ചു. അങ്ങനെ അഹശ്വേരോസ് രാജാവിന്റെ പത്നിയായി, രാജ്ഞിയായി എസ്തേർ ആ രാജകൊട്ടാരത്തിൽ വാഴുകയാണ്. പ്രിയമുള്ളവരെ, കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. ഹാമാനാണെങ്കിൽ രാജകൽപ്പന പ്രകാരം ഹാമാനെ എല്ലാവരും വണങ്ങണം. ആ രാജ്യത്തിലുള്ള എല്ലാവരും പ്രധാനമന്ത്രിയാണ്. പക്ഷേ മൊർദെഖായി മാത്രം ഹാമാനെ വണങ്ങത്തില്ല. മൊർദെഖായി പറഞ്ഞു, എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവത്തെ മാത്രമേ ഞാൻ വണങ്ങൂ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം പറയുന്നൊരു കാര്യം, നമ്മളെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്റെ ദൈവത്തെ മാത്രമേ ഞാൻ വണങ്ങുള്ളൂ. ആ ദൈവത്തിന്റെ മുമ്പിൽ മാത്രമേ ദൈവം പറയുന്ന ഭക്ഷണമേ ഞാൻ കഴിക്കൂ. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം പറയുന്നത് പോലെ ഞാൻ നടക്കും. പ്രിയമുള്ളവരെ, അത്തരത്തില് ആ കുടുംബത്തിൽ ഇങ്ങനെ ആ രാജസന്നിധിയിൽ മൊർദെഖായി ഒരു വ്യത്യസ്തനായിട്ട് വളർന്നു വരികയാണ്. ആ രാജ്യത്ത് ഇങ്ങനെ കടന്നു വരികയാണ്. ആ നിമിഷം ഹാമാൻ പറയേണ്ടായി, ഈ മൊർദെഖായി മാത്രം നശിപ്പിച്ച പോരാ,
യഹൂദന്മാരെ മുഴുവനായിട്ട് നശിപ്പിക്കണം. രാജാവിനോട് ചെന്ന് പറയുകയുണ്ടായി, രാജാവേ, യഹൂദജനം നിന്നെ അനുസരിക്കുന്നില്ല, നിന്റെ കൽപ്പനകൾ പാലിക്കുന്നില്ല, അവർ പ്രത്യേക ഒരു ദൈവത്തെ ആരാധിക്കില്ല, അവർ മുഴുവനായിട്ട് കൊന്നുകളയണം. ഇത് കേട്ടപാടെ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. രാജാവിന്റെ മോതിരം ഊരിക്കൊടുത്തു. ഒരു മുദ്ര വച്ച ശേഷം എല്ലാ സ്ഥലത്തേക്കും ആ പേപ്പർ വിളംബരം ചെയ്തു. രാജകൽപ്പന വിളംബരം ചെയ്തു. ഇവിടെ ഒരൊറ്റ ദിവസം കൊണ്ട് യഹൂദന്മാരെ മുഴുവൻ നശിപ്പിക്കണം. അതാ കൽപ്പന. അത്തരത്തില് പറയുമ്പോൾ മൊർദെഖായി അത് അറിഞ്ഞിട്ട് മൊർദെഖായി വസ്ത്രം വലിച്ചു കയറി വചനം പറയുന്നു. ചാരം പൂശി മൊർദെഖായി ഉപവസിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, എസ്തർ ഇത് അറിയുന്നില്ല. കുറെ ദിവസങ്ങൾക്ക് ശേഷം എസ്തേറിന്റെ വിവരം അറിയുകയാണ്. മൊർദെഖായി ധരിക്കുവാൻ വേണ്ടി നല്ല വസ്ത്രങ്ങൾ ഭടന്മാരുടെ കയ്യിൽ കൊടുത്തേച്ചു. പക്ഷെ മൊർദെഖായി അവഗണിച്ചു. വേണ്ട, കാരണം എന്റെ ജനം, ഈ യഹൂദജനം നശിക്കുന്നതിൽ നിനക്ക് ഒരു വിചാരമില്ലയോ? എസ്തേറിനോട് ചോദിച്ചു. എസ്തേറിനോട് ഈ സത്യന്മാർ മുഖേന എസ്തേറിനോട് ചോദിക്കുക, നിനക്ക് ഒരു വിചാരമില്ലയോ? കാരണം എസ്തർ യഹൂദ ഗണത്തിൽപ്പെട്ടവളാണ്. അപ്പൊ എസ്തേറും മൊർദെഖായി മാത്രമേ യഹൂദ ഗണത്തിൽ അവിടെ ഉള്ളൂ. യഹൂദജനത്തെ മുഴുവൻ, ആ രാജ്യത്തിന്റെ ചുരുക്കം ചില യഹൂദജനത്തെ മുഴുവൻ കൊല്ലാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, എസ്തേർ ഇത് അറിയുന്ന നിമിഷം തന്നെ എസ്തേർ പറയുന്ന കാര്യം 3 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിക്കുകയാണ്. എന്റെ കൊട്ടാരത്തിലേക്ക് ഇനി ആരും ഈ 3 ദിവസം ഭക്ഷണം കഴിക്കുന്നില്ല. 3 ദിവസം മുഴുവനായിട്ട് ഉപവസിക്കുക. പ്രിയമുള്ളവരെ, 3 ദിവസം മുഴുവനായിട്ട് എസ്തേർ പറഞ്ഞ പ്രകാരം ഉപവാസം പ്രഖ്യാപിച്ചു, ഉപവാസം നടത്തി. ഉപവാസത്തിന്റെ ഫലമായിട്ട് അവിടെ നടന്ന കാര്യമാണ് നിങ്ങൾ കേൾക്കേണ്ടത്. യഹൂദജനത്തെ നശിപ്പിക്കണമെന്നുള്ള മുദ്രമോതിരം വെച്ചതായ പത്രിക എല്ലാ സ്ഥലത്തും വിളംബരം ചെയ്തു. പക്ഷേ രാജാവിന്റെ സന്നിധിയിൽ വചനം വായിച്ചു കേൾപ്പിക്കുവാൻ ചിലരെ വിളിക്കുക. അങ്ങനെ നിയമാവർത്തന പുസ്തകം രാജാവ് വായിച്ച് കേട്ടുകൊണ്ടിരിക്കുക. ആ നിമിഷം രാജാവിന്റെ ഉള്ളിൽ ഒരു ബോധ്യമുണ്ടായി. രാജാവിന്റെ ഉള്ളിലുണ്ടായ ബോധ്യം ഇതാണ്: ഒരിക്കൽ കൊട്ടാര വാതിൽക്കൽ നിന്നുകൊണ്ട് 2 ഭൃത്യന്മാർ രാജാവിനെ കൊല്ലാൻ വേണ്ടി ഒരു തീരുമാനമെടുത്തു. സംസാരിച്ചുകൊണ്ടിരുന്നത് മൊർദെഖായി കേൾക്കുകയാണ്. ഈ കേട്ടപാട് മൊർദെഖായി ആ നിമിഷം തന്നെ എസ്തേറിനെ അറിയിച്ചു. രാജാവിനെ കൊല്ലുവാൻ വേണ്ടി രണ്ടുപേർ പദ്ധതിയിടുകയാണ്. ഈ വിവരം പറഞ്ഞ ഉടൻ തന്നെ രാജാവ് ആ 2 പേരും കൊന്നുകളഞ്ഞു. പ്രിയമുള്ളവരെ, കൊല്ലാൻ കൽപ്പിച്ചു. ആ 2 പേരും കൊന്നുകളഞ്ഞു. പക്ഷെ മൊർദെഖായി രാജാവ് ഓർമ്മിച്ചില്ല. കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. ഈ വചനം വായിച്ച് കേൾക്കുമ്പോൾ രാജാവിന്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായി. പണ്ടെന്റെ കൊട്ടാരത്തില് ആ വാതിൽ കാവൽക്കാരൻ എന്നെ സഹായിച്ചു. ഒരു ഉപകാരം പോലും അദ്ദേഹത്തിന് ഞാൻ കൊടുത്തിട്ടില്ല. പ്രിയമുള്ളവരെ, ആഘോഷം നടക്കുന്ന വേളയിൽ എസ്തേർ പ്രത്യേക ഒരു വിരുന്ന് സംഘടിപ്പിച്ച് ഹാമാനെ വിരുന്നിൽ ക്ഷണിച്ചു. ആ സമയം രാജാവ് ഹാമാനോട് ചോദിക്കുക, എന്റെ കൊട്ടാരത്തിൽ വലിയൊരു ഉപകാരം ചെയ്തൊരു വ്യക്തിയുണ്ട്, അയാൾക്ക് എന്താ കൊടുക്കുക? ഹാമാൻ പറഞ്ഞു. ഹാമാൻ കരുതി ഞാനായിരിക്കാം, ഹാമാനായിരിക്കാം. ഹാമാൻ പറഞ്ഞു, അദ്ദേഹത്തിന് ഏറ്റവും വിലപ്പെട്ടതെല്ലാം കൊടുക്കണം. രാജാവിന്റെ പണത്തൊപ്പി കൊടുക്കണം, രാജാവിന്റെ മുദ്രമോതിരം കൊടുക്കണം. ആ വ്യക്തിയെ ഒരു കുതിരപ്പുറത്തിൽ ഇരുത്തി ഈ വീഥികളിലൂടെ സഞ്ചരിക്കണം, നടത്തണം. ഈ പറയുമ്പോ എങ്കിൽ അപ്രകാരം ചെയ്യാം. അങ്ങനെ രാജവസ്ത്രങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നു. രാജാവിന്റെ പണത്തൊപ്പി കയ്യിലെടുത്ത് കൊടുത്തു. ഹാമാന്റെ കയ്യിൽ കൊടുത്തു. ആ മനുഷ്യൻ ആരാ? ഹാമാൻ ചോദിച്ചു. രാജാവ് പറയും, ആ മനുഷ്യൻ മൊർദെഖായിയാണ്. പക്ഷെ മൊർദെഖായി മരിക്കുവാൻ അടുത്ത ദിവസം മരിച്ചു. അല്ലെങ്കിൽ ഈ ഉപവാസത്തിന് മുമ്പേ ഒരു കഴുമരം മൊർദെഖായിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്, തൂക്കിക്കൊല്ലാൻ വേണ്ടി. ആരാ ഒരുക്കി? ഹാമാൻ. യഹൂദന്മാരെ മുഴുവൻ കൊന്നൊടുക്കുന്നുള്ള കൽപ്പന കിട്ടിയ പ്രകാരം തന്നെ ഹാമാനെ കൊല്ലുവാൻ വേണ്ടി ഒരു കഴുമരം ഉണ്ടാക്കി വെച്ചു, തൂക്കിക്കൊല്ലുവാൻ വേണ്ടി. പ്രിയമുള്ളവർ, ആരടിക്കായ ഒരു സംഭവം ഞാൻ ചോദിക്കുന്നു, ഉപവാസത്തിന് വല്ല പ്രത്യേകത ഉണ്ടോ? വല്ല പ്രാധാന്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. വചനം നമ്മോട് പറയുന്ന പ്രിയമുള്ളവർ, 3 ദിവസം ഉപവാസത്തിന് സംഭവിച്ച വലിയൊരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. യഹൂദന്മാരെ നശിപ്പിക്കണം എന്നുള്ളൊരു കൽപ്പന ഉണ്ടല്ലോ. ആ കൽപ്പന തിരുത്തി എഴുതുവാൻ രാജസന്നിധിയിൽ മൊർദെഖായി കടന്നു വരുമ്പോ മൊർദെഖായി പട്ടുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് കുതിരപ്പുറത്തിരുത്തി രാജസന്നിധിയിലേക്ക് ആനയിച്ചു. രാജാവിന്റെ സന്നിധിയിലേക്ക് വരുമ്പോ മൊർദെഖായിയോട് രാജാവ് ചോദിക്കുക, അതിലേക്ക് എന്താ വേണ്ടത്? എസ്തേർ ആ നിമിഷം വിരുന്നിന് ക്ഷണിക്കപ്പെട്ട വ്യക്തികളോട് ഒപ്പം വന്നിരുന്നോണ്ട് മൊർദെഖായി പറഞ്ഞു, യഹൂദ ജനത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ഒരു തീരുമാനം നിങ്ങൾ എടുത്തിരിക്കുകയല്ലേ? ഒത്തിരി കാര്യങ്ങൾ അതിനുള്ളിലുണ്ട്. പ്രിയമുള്ളവർ, എല്ലാം പറയാൻ സമയമില്ല. നിങ്ങൾ എടുത്തിരിക്കുകയല്ലേ? ആ തീരുമാനം മാറ്റം വരുത്തണം. മൊർദെഖായി പറയുകയുണ്ടായി, രാജാവേ, എന്റെ ജനം ഒരിക്കലും നന്ദി കെട്ടവരല്ല. രാജാവിന്റെ സന്നിധിയിൽ എല്ലാം നിവർത്തി ഞങ്ങൾ സേവിക്കുന്ന, ഞങ്ങൾ ആരാധന ദൈവം ഞങ്ങൾക്കുണ്ട്. പ്രിയമുള്ളവരെ, ഇത് പറയുമ്പോ ആ നിമിഷം എസ്തേർ പറയുകയാണ്, ഇതാ മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ ഒരു കഴുമരം ഒരുക്കി വെച്ചിരിക്കുക, തൂക്കിക്കൊല്ലാൻ വേണ്ടി.
രാജാവ് ആ നിമിഷം തന്നെ പറയുകയാണ്, ഹാമാനെ ആ തൂക്കുമരത്തിലേക്ക് തൂക്കിക്കൊല്ലാൻ പറഞ്ഞ് കൽപ്പന പുറപ്പെടുവിച്ചു. യഹൂദന്മാരെ നശിപ്പിക്കുവാനുള്ള കൽപ്പന മാറ്റി എഴുതി യഹൂദന്മാർക്ക് സ്വാതന്ത്ര്യം നൽകി. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നമ്മളിന്ന് കാണുന്നില്ലേ ഇസ്രായേലിന്റെ രാജ്യം, അല്ലെ? ചെറിയൊരു രാജ്യമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം. ഈ കേരളത്തിന് എത്ര പോലും വലിപ്പമില്ലെന്നാ പറയണം. അവിടെ ജീവിക്കുന്ന യഹൂദന്മാരാണ്. പ്രിയമുള്ളവർ, അന്ന് രക്ഷപ്പെട്ടവരാണ്, ചിന്തിച്ച് കിടന്നവർ, ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളവർ, കണ്ടുപിടുത്തത്തിന്റെ 85% നടത്തിയവർ. ഈ ലോകത്തിലെ കണ്ടുപിടുത്തത്തിന്റെ ഏകദേശം 85-90% നിർവഹിച്ച യഹൂദന്മാരാണ്. അവിടെ ബുദ്ധിക്കപ്പുറം മറ്റൊരു ബുദ്ധിയില്ല. പ്രിയമുള്ളവരെ, ദൈവം നിയോഗിച്ചവരാണ്, ദൈവത്തിന്റെ മക്കളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. പ്രിയമുള്ളവർ, വീണ്ടും ഒരു ഉപവാസം നമുക്ക് കാണാൻ പറ്റുന്നത് ദാനിയേലിന്റെ പുസ്തകത്തിലാണ്. ദാനിയേലിന്റെ പുസ്തകം 1 മുതൽ ദാനിയേൽ വായിക്കാൻ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം, നെബൂഖദ്നേസർ രാജാവ്, രാജാവാണ്. നെബൂഖദ്നേസർ രാജാവ് യഹൂദന്മാരെ മുഴുവൻ ആക്രമിക്കുന്നതിന്റെ ഇടയിൽ നെബൂഖദ്നേസർ രാജാവിന് അറിയാം പണ്ഡിതന്മാരും ബുദ്ധിയുള്ളവരായ യഹൂദന്മാരാണ്. പ്രിയമുള്ളവർ, ഇതിൽ പണ്ഡിതന്മാരായ കുറെ പേരെ ഈ രാജസന്നിധിയിലേക്ക് കാര്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ പണ്ഡിതന്മാരായ 4 പേരെ പിടിച്ചുകൊണ്ടുവന്നു. അവർ 4 പേരെന്താ? ഒന്ന് ദാനിയേൽ, ഒന്ന് ശദ്രക്ക്, ഒന്ന് മേശക്ക്, ഒന്ന് അബേദ്നെഗോ. 4 പേരും രാജസന്നിധിയിലേക്ക് കൊണ്ടുവന്നു. പ്രിയമുള്ളവരെ, അവർ രാജസന്നിധിയിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഭക്ഷണം അവർ കഴിച്ചില്ല. അവിടെ ഇവിടെയും സംഭവിച്ചത് തന്നെയാണ്. കാരണം ഇവിടെ വിളമ്പുന്ന ഭക്ഷണങ്ങള് ദൈവസന്നിധിയിൽ തങ്ങൾക്ക് കഴിക്കുവാൻ പാടില്ല എന്ന് നിയമത്തിൽ അവർ വായിച്ചിട്ടുണ്ട്. അവർ കഴിച്ചില്ല. പ്രിയമുള്ളവരെ, അവർ പരാതി പറയാൻ തുടങ്ങി. രാജകൊട്ടാരത്തിലേക്ക് വന്ന് കടന്നു വന്ന പ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്ന പണ്ഡിതരായ ഈ 4 പേരും അവർ പറഞ്ഞു, 10 ദിവസം ഞങ്ങൾക്ക് സസ്യാഹാരം മാത്രം തരിക, സസ്യാഹാരം മാത്രം. പ്രിയമുള്ളവരെ, അവർ പറയുവാൻ കാരണം ആ രാജ്യത്തുണ്ടായിരുന്ന മറ്റുള്ളവർ പറഞ്ഞു, ഇവരെ ചുമതല ഏൽപ്പിച്ചവർ പറഞ്ഞു, രാജാവ് ഒരു പക്ഷേ ഞങ്ങളെ കൊന്നുകളയും. കാരണം നിങ്ങൾ ക്ഷീണിക്കാൻ പാടില്ല, നിങ്ങൾ നന്നായിട്ടിരിക്കണം. നിങ്ങൾക്ക് വേണ്ടിയാ ഈ ഭക്ഷണമൊക്കെ രാജാവ് കൊടുത്തയച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായിട്ടിരിക്കണം. ആ സമയം ഈ 4 പേര് പറഞ്ഞു, ഞങ്ങൾ ഈ സസ്യാഹാരം മാത്രമേ കഴിയൂ 10 ദിവസം. അതിനുശേഷം ഞങ്ങളത് പരിശോധിച്ച് നോക്കുക. ഈ 10 ദിവസം കഴിഞ്ഞവരെന്ന് നോക്കുമ്പോൾ മറ്റുള്ളവരെക്കാളും വളരെ പുഷ്ടിയുള്ളവരായി അവരെ കണ്ടു. പ്രിയമുള്ളവരെ, മറ്റു രാജസന്നിധിയിൽ രാജാവ് കൊടുത്തുവെച്ച് നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് എന്ന് പറയുമ്പോൾ മട്ടണം, ബീഫും അണ്ടിപ്പരിപ്പും ഒക്കെ കഴിച്ചവരും മറ്റുള്ളവരുണ്ടായിരുന്നു. പക്ഷെ അവരെ നോക്കി 4 പേര് നോക്കിയപ്പോൾ അവരെക്കാളും പുഷ്ടിയുള്ള 2 പേരെ കണ്ടു, ഈ 4 പേര്. അപ്പൊ അവർക്ക് തന്നെ അതിശയം തോന്നി. അവരോട് പറഞ്ഞു, നിങ്ങൾ സസ്യാഹാരം മാത്രം കഴിച്ചു കൊടുക്കുക. അങ്ങനെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം യഹൂദന്മാർക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിയന്ത്രണം അന്നേ ഉണ്ടായിരുന്ന കാര്യമാണ്. അതിനുശേഷം നമ്മൾ കാണുന്നൊരു കാര്യം, യഹൂദന്മാരെ നശിപ്പിക്കുവാൻ കൂടി ഒരു യുദ്ധം കടന്നു വരികയാണ്. യുദ്ധം കടന്നു വരുന്ന സമയത്ത് ദാനിയേൽ പറയുകയാണ്, മുമ്പ് ഒത്തിരി കാര്യങ്ങളുണ്ട്. ദാനിയേൽ സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രിയമുള്ളവരെ, ആ എറിഞ്ഞു കളയുന്നില്ല. ദാനിയേൽ എങ്ങനെയാ രക്ഷപ്പെട്ടെ? എന്തുകൊണ്ട് രക്ഷപ്പെട്ടു? അതോ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം, ദാനിയേലിന്റെ സുഖമുള്ളപ്പോഴും ദാനിയേൽ ആരോഗ്യവാൻ ഇരുന്നപ്പോഴും ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ സന്നിധി നമ്മൾ എങ്ങനെയാ പ്രാർത്ഥിക്കാറുള്ളത്? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രാർത്ഥന എപ്പോഴാണ്? ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥന എപ്പോഴാണ് കടന്നു വരണം? ഞാൻ ഹൃദയം നുറുങ്ങി എന്ന് പറഞ്ഞാൽ മനസ്സിലായിരുന്നു എങ്ങനെയാണ് നമ്മൾ ഹൃദയം നുറുങ്ങി നിലവിളിക്കുന്ന എപ്പോഴാണ്? ഞാനൊരു വീട്ടില് ഞാൻ ജോലി ചെയ്ത സമയത്ത് ഒരു കോൺട്രാക്ടർ വർക്കർ, അയാൾ ഉച്ചക്കിടെയാണ് വീട്. ഉച്ചയ്ക്ക് ഞങ്ങള് അവരെ വീട്ടിൽ പോകാൻ കാരണം അദ്ദേഹം രാവിലെ ജോലിക്ക് പോയതാണ്. ജോലിക്ക് പോകുമ്പോൾ ഓഫീസിലെ ലൈനിലെ ജോലിയൊക്കെ ചെയ്തു. ഒരു അപകടം വന്നിട്ട് ഷോക്ക് അടിച്ച് അയാൾ മരണാസന്നനായി മരിച്ചുപോയി. ഉച്ചയ്ക്ക് ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു. ഉച്ചക്കട വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾ കാണുന്ന കാഴ്ച, 10ാം ക്ലാസ്സിൽ ആ സ്കൂളിൽ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങി ജയിച്ചതായ പെൺകുട്ടി അവിടെ നിലവിളിച്ചുള്ള കരച്ചിലാണ്. പക്ഷെ രാവിലെ നിലവിളിച്ചുള്ള കരച്ചിലാണ്. അച്ഛൻ രാവിലെ അച്ഛൻ ജോലിക്ക് പോയപ്പോൾ പറഞ്ഞിട്ട് പോയതല്ലേ, എനിക്ക് ഓറഞ്ച് വാങ്ങിത്തരാമെന്ന്. അച്ഛൻ ഓറഞ്ച് വാങ്ങിക്കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. അവിടെ നിലവിളിയും കരച്ചിലാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ നിലവിളി ഞാൻ കേട്ടത് അന്നേ ദിവസം കണ്ടുപിടിയുള്ളവരെ. ഉള്ളിൻ്റെ ഉള്ളിൽ നിലവിളി. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തകർന്നടിഞ്ഞ് നിലവിളികൾ എപ്പോഴാണ്? എല്ലാം നഷ്ടപ്പെടുന്ന സമയം, അല്ലെങ്കിൽ അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന, അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്ന അനർത്ഥങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ നിലവിളിക്കും, രക്ഷയില്ലാവേ, ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ വചനത്തിനോട് പറയുന്നത് അനർത്ഥങ്ങൾ എത്തിപ്പിടിക്കാതിരിക്കാൻ അനർത്ഥത്തിന് മുമ്പ് പ്രാർത്ഥിക്കുക.
നമ്മുടെ ജീവിതത്തിൽ ഞാൻ ആദ്യം വചനം പറഞ്ഞു, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. നമുക്ക് സുഖമുള്ളപ്പോഴും സന്തോഷമുള്ളപ്പോഴും ദൈവകൽപ്പന പാലിക്കുക. അനർത്ഥം വരുമ്പോൾ ദൈവം നമ്മെ താങ്ങിക്കൊള്ളും. ഇവിടെ സംഭവിച്ചതാണ്, ദാനിയേലിനെ സിംഹക്കുടിയിലേക്ക് എറിഞ്ഞു കളയുവാൻ വേണ്ടി രാജകൽപ്പന. സിംഹക്കുടിയിലേക്ക് എറിഞ്ഞു കളഞ്ഞേ പറ്റൂ. പക്ഷേ വചനം പറയുന്നു, ആ രാത്രി രാജാവ് ഉറങ്ങാതെ ഉപവസിച്ചു. ആ രാത്രി ദാനിയേലിന് ഒരുപാട് ഇഷ്ടമായിരുന്നു രാജാവിന്. പക്ഷെ രാജകൽപ്പന ചെയ്തേ മതിയാവും. ഉറങ്ങാതെ ഉപവസിച്ചു രാജാവ്. പക്ഷെ ദാനിയേലാണെങ്കിലോ അനർത്ഥം വരുമ്പോൾ പ്രാർത്ഥിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനാ വീരനായിരുന്നു അദ്ദേഹം. സിംഹങ്ങൾക്ക് ദാനിയേലിനെ തൊടുവാൻ സാധിച്ചില്ല. ഇന്നും പ്രിയമുള്ളവര്, ഇന്നും പല സ്ഥലങ്ങളിലും ഇതുപോലെ പല ദൈവദാസന്മാർ നിലനിൽക്കുന്നത് ഈ പ്രാർത്ഥന ശക്തിയുണ്ടാണ്. പലർക്കും തൊടുവാൻ കഴിയാത്ത ദൈവത്തിന്റെ ശക്തി കൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ, കരം കെട്ടി ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കൾ പലരും നിലനിൽക്കുന്നത് തൊടാൻ സാധിക്കാത്തത് ഈ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ്. ഒരു ആവരണം അവിടെ മൂടും. ദൈവത്തിന്റെ ആവരണം അവിടെ സംരക്ഷിക്കും. പ്രിയമുള്ളവര്, ദാനിയേൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു, മുകളിലേക്ക് കയറ്റി. ദാനിയേലിനെ ആര് സിംഹക്കുഴിയിൽ എറിയണമെന്ന് പറഞ്ഞുവോ അവരെ ആ സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞു. അവരെ സിംഹങ്ങൾ താഴെ എത്തും മുമ്പേ ഭക്ഷിച്ചു. അവരെ എറിയണമെന്ന് പറഞ്ഞവർ. പ്രിയമുള്ളവര്, നമ്മൾ വീണ്ടും കാണുന്നൊരു കാര്യം, വീണ്ടും യഹൂദന്മാരുമായിട്ട് യുദ്ധം കടന്നു വരുമ്പോൾ യുദ്ധം നടക്കുവാൻ വേണ്ടി പോകുന്ന നിമിഷത്തിന് ദാനിയേൽ പറയുക, 21 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിക്കുക. അവിടെ ഒരു സംഭവം നമുക്ക് കാണാം. 21 ദിവസം 3 ആഴ്ച ഉപവാസം പ്രഖ്യാപിക്കുക. ഉപവസിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ 21 ദിവസം പട്ടിണി കിടക്കണമെന്ന് ചിന്തിക്കാം. പട്ടിണി കിടക്കണമെന്നുണ്ട്, അല്ലാതെ പറയുന്നില്ല, ഉണ്ട്. പല സഭകളിലും 21 ദിവസം ഉപവാസത്തിന് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് മാത്രം കഴിയുമ്പോഴുണ്ട്. ഇതിനൊക്കെ പ്രാധാന്യമുണ്ട് ബൈബിൾ പ്രകാരം. അതുകൊണ്ടാണ് ചെയ്യണം. ഹല്ലേലൂയ. അങ്ങനെ 21 ദിവസത്തെ ഉപവാസത്തിൽ ഒരു അത്ഭുതം നടന്നത്. 21 ദിവസവും ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ഒരു അത്ഭുതവും നടന്നില്ല. പ്രിയമുള്ളവരെ, നമ്മളാണെങ്കിൽ ഒരു പ്രാർത്ഥനാ വിഷയം ദിവസത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ നടക്കാതെ വരുമ്പോൾ നമ്മൾ മടുത്തു പോകും, ഇട്ടുകളയും. ദൈവം നമ്മോട് പറയുന്നൊരു കാര്യം, മടുത്തു പോകാതെ അത് ലഭിക്കുന്നവരെ പ്രാർത്ഥിക്കുവാനാണ് ദൈവം ഈ ഭാഗത്തോട് നമ്മോട് പറയുന്നത്. എന്ത് പ്രാർത്ഥനാ വിഷയം തന്നെയായാലും ഒരിക്കലും മടുത്തു പോകാതെ കർത്താവിന്റെ തിരുസന്നിധിയിൽ, കർത്താവിന്റെ ജീവിതത്തിൽ നിറവേറ്റുന്നതിൽ ഉത്തമ ബോധ്യത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം നമ്മൾ. എന്തുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി വരാത്തത് നമുക്ക് ഭിന്നതേതിൽ വായിക്കുമ്പോൾ കാണാം. പ്രിയമുള്ളവര്, അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ഭിന്നതേതിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ദിവസം തന്നെ, ആദ്യ ദിവസം തന്നെ നിനക്ക് മറുപടിയുമായിട്ട് ഞാൻ വന്നതാണ്. പക്ഷേ നിന്റെ അടുത്ത് വരുവാൻ വേണ്ടി എന്നെ തടസ്സപ്പെടുത്തിയിരുന്ന ഒരു സാത്താനുണ്ടായിരുന്നു, ഒരു പിശാച് എന്നെ തടസ്സപ്പെടുത്തി നിന്റെ അടുത്ത് വരാൻ എനിക്ക് സാധിച്ചില്ല. 2-ാം ദിവസവും ഞാൻ ശ്രമിച്ചു, നിന്റെ അടുത്ത് എനിക്ക് കഴിയുന്നില്ല. അവസാനം 21-ാമത്തെ ദിവസം എത്തി. അപ്പോൾ മിഖായി മാലാഖ കടന്നു വന്ന് എന്നെ തടുത്തു നിർത്തിയ പിശാചിനെ വീഴ്ത്തിയപ്പോഴാണ് നിന്റെ അടിയിലേക്ക് എനിക്ക് വരുവാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 36 മുതൽ 36 വരെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. 37, 36 യെശയ്യാ പ്രവാചകൻ 37-ാം അധ്യായം 36-ാം അധ്യായം. യഹോവയുടെ ദൂതൻ അശൂർ പാളയത്തിൽ ഇറങ്ങി 18,500 പേരെ കൊന്നുകളഞ്ഞു. യഹോവയുടെ ദൂതൻ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ദൂതന്മാർ ഒരു പക്ഷെ നമ്മുടെ നഗ്ന നേതൃത്വം കണ്ടുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സംരക്ഷണമായിട്ട് ദൈവം അയക്കുന്ന ദൂതന്മാർ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ ഇൻവിസിബിൾ ആർമി എന്ന് വേണമെങ്കിൽ പറയാം. ഇൻവിസിബിൾ ആർമി അടുത്തൊരു ഭാഗത്ത് ചെല്ലുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാവും. നമുക്ക് കാണാൻ പറ്റാത്ത ദൈവത്തിന്റെ മാലാഖമാരെ നമ്മെ സഹായിക്കുവാൻ വേണ്ടി നമ്മൾ മുൻകൂട്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് അയച്ചു തരും. എന്റെ സൺഡേ സ്കൂൾ ക്ലാസ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു കാര്യം, അത് ഓർമ്മ വരുന്നൊരു കാര്യം, നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ പൈസ ഇടാറുണ്ട്. അല്ലേ? എന്തിനാ അക്കൗണ്ടിൽ പൈസ ഇടുന്നത്? കുറച്ച് ശമ്പളം വാങ്ങുമ്പോൾ കുറച്ച് പൈസ മാറ്റി വയ്ക്കും. KSF ചിട്ടി തുടങ്ങും, ചിട്ടി അടയ്ക്കും. അല്ലെ? അങ്ങനെ ചെയ്യാറുണ്ടോ? ചേച്ചി ചെയ്യാറുണ്ടോ? അതുകൊണ്ട് കുറച്ച് പൈസ ഡെപ്പോസിറ്റ് വയ്ക്കും. എന്തിനാ വയ്ക്കണേ? എന്തിനാ ചെയ്യണേ? എപ്പോഴെങ്കിലും ഒരു കഷ്ടം വന്നാൽ, എനിക്ക് അധ്വാനിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നാൽ, ഞാൻ വാർദ്ധക്യത്തിലെത്തുമ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ എന്തെങ്കിലും വേണം. അതല്ലേ ഉദ്ദേശിച്ചത്? അല്ലേ? ശരിയല്ലേ? അല്ലേ? കാരണം അതിനുവേണ്ടിയാണ് നമ്മൾ സേവികൾ വയ്ക്കണേ. ഇവിടെ പറയുന്നൊരു കാര്യം, ആത്മീയമായിട്ടും ആരോഗ്യമുള്ളപ്പോ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ വരാനിരിക്കുന്ന അനർത്ഥം ജീവിതത്തിൽ വരാതെ മാറിക്കടന്നു പോകും. ഞാൻ പറഞ്ഞ മനസ്സിലായി? ദൈവത്തിന്റെ അക്കൗണ്ടിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ
വചനവായങ്ങൾ ഒരു നിക്ഷേപമായി നിങ്ങൾ കരുതി വെച്ചാൽ വരാനിരിക്കുന്ന അനർത്ഥങ്ങൾ നിങ്ങളെ തൊടാതെ കടന്നുപോകും, മാറി കടന്നുപോകും. നഷ്ടം വരുമ്പോ തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ച് സേവ് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. ഹല്ലേലൂയ. ചെറുപ്പത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ കാണുന്നതാ 21 ദിവസം പ്രാർത്ഥിച്ചു. മാലാഹ കടന്നു വന്ന്, മിഖായേൽ മാലാഹ കടന്നു വന്ന് ഈ പിശാചിനെ വെട്ടി വീഴ്ത്തി ആ ദാസന് ലഭിക്കേണ്ട അനുഗ്രഹം പ്രാർത്ഥനയ്ക്ക് വിഷയത്തിന് മറുപടി നൽകുകയാണ്. ഹല്ലേലൂയ. ഇതൊരു ഭാഗം പുറപ്പാടിന്റെ പുസ്തകം 17-ാം അധ്യായം 8 മുതൽ വായിക്കുമ്പോൾ അവിടെ ഒരു സംഭവം കാണാം. അവിടെ നമ്മൾ കാണുന്നത് അമലേക്യർ ഇസ്രായേലുമായിട്ട് യുദ്ധം നടക്കാൻ പോവുകയാണ്. മോശ ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ട് നടന്നു വരിക. അപ്പൊ അമലേക്യർ കടന്നു വന്നിട്ട് ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. യുദ്ധം തുടങ്ങാൻ പോവുക. മോശയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മോശ ആ നിമിഷം ദൈവത്തിന്റെ സ്ഥലത്ത് പ്രാർത്ഥിച്ചൊരു തീരുമാനമെടുത്തു. മോശ പറഞ്ഞു, യോശുവയോട് പറഞ്ഞു, ഈ സൈന്യത്തെ എല്ലാം വിളിച്ചിട്ട് ഈ സൈന്യത്തെ വിളിച്ചുകൊണ്ട് ഈ യുദ്ധത്തിൽ പോവുക, അമലേക്യരുടെ അടുത്ത് യുദ്ധത്തിൽ പോവുക. നമ്മളാണ് എന്ത് ചെയ്യും? നമ്മളും കൂടെ പോകും, യുദ്ധത്തിൽ പോകും. മോശ എന്താ ചെയ്തത്? മോശ പറഞ്ഞു, അഹരോനും ഹൂറും നിങ്ങൾ പോകണ്ട, യുദ്ധത്തിൽ പോകണ്ട. മോശ അഹരോനെയും ഹൂറിനെ വിളിച്ചിട്ട് മലയുടെ മുകളിലേക്ക് കയറിപ്പോയി. അതിനാ പറയുന്നു, മോശ വലിയ യുദ്ധം നടക്കാൻ പോവുക. നാളെ അമലേക്യരും ഇസ്രായേൽ ജനവും തമ്മിൽ യുദ്ധം നടക്കാൻ പോവുക. പക്ഷെ മോശ മലയുടെ മുകളിലേക്ക് അഹരോനെയും ഹൂറിനെയും വിളിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മോശയുടെ മലയുടെ മുകളിൽ പോയി നിന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ഈ ശാരീരികമായിട്ട് ദൈവം നമ്മോട് ചില കാര്യങ്ങൾ പറഞ്ഞു. കൈ തൊഴുത് പ്രാർത്ഥിക്കുക, കൈ ഉയർത്തി പ്രാർത്ഥിക്കുക, മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. ഇതിനു വേണ്ടിയാ പറയണേ? ശരീരത്തിലെ ചില സഹനങ്ങളുണ്ട്. ഈ ശരീരത്തിലെ ചില സഹനങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് ഇടപെടും. വെറുതെ പറയണല്ല, നമുക്കിവിടെ കാണുവാൻ കഴിയും. മോശ മലയുടെ മുകളിൽ നിന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ നിമിഷം ഇസ്രായേൽ ജനത്തിന് അമലേക്യരെ തോൽപ്പിക്കാൻ സാധിച്ചു. മോശയുടെ കൈ എപ്പോഴൊക്കെ തളർന്ന് താഴെ പോയോ അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച അമലേക്യർ ഇസ്രായേൽ ജനത്തെ അടിച്ചു വീഴ്ത്തി. ഒത്തിരി പേരുടെ ചത്തൊടുക്കുകയാണ് ഇസ്രായേൽ ജനം. പ്രിയമുള്ളവരെ, ആ നിമിഷമാണ് അഹരോനും ഹൂറിനും മനസ്സിലായത്. മോശ കൈ താഴ്ത്തുന്ന നിമിഷത്തിൽ ഇസ്രായേൽ ജനത്തിന് മുഴുവൻ പരാജയമാണ്. മോശ കൈ വെക്കുന്ന സമയം ഇസ്രായേൽ ജനത്തിൽ ആക്രമിക്കാൻ സാധിക്കുന്നു. അപ്പോ അഹരോനും ഹൂറും കൂടെ ഒരു കാര്യം ചെയ്തു. 110 വയസ്സായിക്കാണ് മോശയ്ക്ക്. അപ്പോ ഒരു കല്ല് വെട്ടി അവിടെ ഇട്ടിട്ട് മോശയെ കല്ലിന് മേലെ കല്ലിന് പുറത്ത് ഇരുത്തിയ ശേഷം അഹരോനും ഹൂറും കൂടെ മോശയുടെ 2 കൈകളും ഉയർന്ന് പിടിച്ചു കൊടുത്തു. മോശയുടെ കൈ തളർന്നു പോകും താഴേക്ക്. കാൽവിന്റെ മലയുടെ മുകളിൽ നിങ്ങൾ നോക്കിയാൽ അവിടെ ഒരു കുരിശ് കാണാം. നിങ്ങൾ നോക്കിയാൽ കുരിശ് കാണാം. ആ കുരിശില് 2 കരങ്ങളും പിരിച്ച് ആണികൾ അടിക്കപ്പെട്ട് നിൽക്കുന്ന യേശുവിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രിയമുള്ളവരെ, ശാരീരികമായി സഹനം സ്വീകരിച്ച യേശു, ശരീരത്തിൽ സഹിച്ച യേശുവിനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. മോശയും ശാരീരികമായിട്ട് സഹിക്കുന്ന സമയത്ത് അവിടെ എന്താ സംഭവിച്ചത്? ഇസ്രായേൽ ജനത്തിൽ കൂടുതൽ ആൾ വന്നിട്ടില്ല യുദ്ധം ചെയ്യാൻ. നേരത്തെ യുദ്ധം ചെയ്തവർ തന്നെയാണ് ഇപ്പോഴും യുദ്ധം ചെയ്യണേ. അവിടെ എന്താ സംഭവിച്ചത്? അതൊക്കെ എന്നെ എഴുതി വായിച്ചു വചനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 36-ാം വാക്യം. യഹോവയുടെ ദൂതൻ അശൂർ പാളയത്തിൽ ഇറങ്ങി 18,500 പേരെ കൊന്നുകളഞ്ഞു. യഹോവയുടെ ദൂതൻ. പ്രിയമുള്ളവരെ, മോശ പ്രാർത്ഥിക്കുന്ന നിമിഷത്തില് ഇസ്രായേൽ ജനത്തോടൊപ്പം കൂടെ ഇംഗ്ലീഷ് ആർമി അവിടെ കൂടെ ചേർന്നു. കാണാൻ പറ്റാത്ത ഒരു കൂട്ടം മനുഷ്യർ, അവിടെ നഗ്ന നേരത്തെ കൊണ്ട് കാണാൻ പറ്റാത്തവർ, ദൈവം അയച്ചവർ. ആ ദൂതന്മാർ ഇസ്രായേൽ ജനത്തോടൊപ്പം നിന്ന് പൊരുതി അമലേക്യരെ തോൽപ്പിച്ചു കളഞ്ഞു. കൈ ഉയർത്തി നിൽക്കുമ്പോ ജീവിതത്തിലെ ഈ ദിവസങ്ങളിലെ ഉപവാസവും പ്രാർത്ഥനയും നോയമ്പും ഒക്കെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിലെ കറകളയുവാൻ വേണ്ടി, എന്നോടൊപ്പം പാപം ഉപേക്ഷിക്കുവാൻ വേണ്ടി, ദൈവത്തിന്റെ സന്നിധിയിൽ കൂടുതൽ നിരപ്പ് പ്രാപിക്കുവാൻ വേണ്ടി, ദൈവത്തോട് അടുക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കിയ നിമിഷങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെ. അത് പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ നമ്മൾ പലരും പറയുമ്പോ, അച്ഛൻ പറയുമ്പോ എന്തിന് ഭക്ഷണം കഴിക്കാതിരിക്കണം? ഇതിനൊക്കെ മറുപടിയെ ഞാൻ പറഞ്ഞു. ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിലൂടെ ജീവിതത്തിൽ സഹനം സ്വീകരിക്കുന്നു. മോശ സ്വീകരിച്ചതുപോലെ ഈ സഹനത്തിലൂടെ ആദിയില് ഭക്ഷണത്തിലൂടെ കടന്നു വന്ന പാപം നമ്മുടെ ജീവിതത്തിൽ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി, സാത്താനെ ദൂരീകരിക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കിയ നിമിഷങ്ങളാണ്, ദിവസങ്ങളാണ് ഈ ദിവസമൊക്കെ. നമുക്കറിയാലോ, നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ കണ്ടിട്ടുണ്ടാവും. ഈ ദിവസങ്ങളിൽ അവർക്ക് നോമ്പാ. നമ്മളെ പോലെ മനുഷ്യരാവും. ഈ കുഞ്ഞുങ്ങളെ പോലെ മക്കളാണ് അവർക്കുള്ളത്. അവര് സ്കൂളിൽ പോകുമ്പോൾ കുടിനീര് ഇറക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. കുടിനീര് ഇറക്കാൻ പാടില്ല. കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ മലപ്പുറത്തൊക്കെ ജോലി ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള കാഴ്ച,
അവിടെ നല്ല ബിസിനസ് ഉള്ള കടകളുണ്ട്. പക്ഷെ നോയമ്പിന്റെ ദിവസത്തിൽ കട അടച്ചിട്ടുണ്ട്. അവർ ഹോട്ടൽ തുറക്കണ എപ്പോഴും അറിയോ? വൈകുന്നേരം ഹോട്ടൽ തുറക്കാൻ. പകരം എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്ന റോഡി ഇറങ്ങി ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന് കൊടുക്കുന്ന പ്രാധാന്യം എന്ന് പറഞ്ഞത് അതുകൊണ്ട് അവരെ വളർത്തണം. നമ്മൾ വെറുതെ കുറ്റം പറയും. ഒരു വശത്ത് എന്തെങ്കിലും മോശ കാര്യങ്ങളുണ്ടാവും. പക്ഷേ ദൈവം അവരെ വളർത്തുന്നു. ഇന്നും നമ്മൾ അറിയാതെ അവർ വളർന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം അവർ കൊടുക്കുന്ന പ്രിയമുള്ളവരെ. അവർ ദൈവത്തെ ഏറ്റു പറയാൻ ഒരു നാണക്കേടും അവർക്കില്ല, ഒരു മടിയില്ല. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണാം, അവർക്ക് പ്രാർത്ഥിക്കണം തോന്നുമ്പോൾ ഒരുപക്ഷെ കർച്ചീഫ് വിരിച്ച് മോളിൽ കയറി മുട്ടുകുത്തി അവർ ട്രെയിനിനോട് ഒരു നാണക്കേട് നോക്കാതെ, മറ്റു മനുഷ്യരെ നോക്കാതെ ദൈവത്തെ മാത്രം നോക്കി പ്രാർത്ഥിക്കുക. നമുക്ക് കണ്ടു പഠിക്കേണ്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവരെ വളർത്തുന്ന ദൈവം. നമ്മെ വളർത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയാൻ നമുക്ക് മടിയാണ്. ബൈബിൾ എങ്ങനെ ഒരു ബാഗിനകത്ത് മറ്റുള്ളവർ കാണാതെ കൊണ്ടുപോകാം, എങ്ങനെ പ്ലാസ്റ്റിക് കവറിന് ആക്കി കൊണ്ടുപോകാം, ഇതൊക്കെ നമ്മൾ ചിന്തിക്കണേ. മറ്റുള്ളവർ കണ്ടാൽ നമുക്ക് നാണക്കേടാം, അല്ലേ? അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഞാൻ ക്രിസ്ത്യാനി എന്ന് പറയാൻ നമുക്ക് നാണക്കേടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ കാര്യം, ഇസ്രായേൽ ജനത്തെ ദൈവം വിജയിപ്പിച്ചത് ദൈവത്തിന്റെ ദൂതന്മാർ കൂടെ ഇറങ്ങിയിട്ടാണ്. ദൈവത്തിന് നമ്മൾ കാണാത്ത ദൈവത്തിന്റെ ദൂതന്മാർ ഇസ്രായേൽ ജനത്തോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ അമലോകനെ തോൽപ്പിക്കുവാൻ അവർക്ക് സാധിച്ചു. യെശയ്യാ പ്രവാചകൻ 37-36 നടക്കുന്നത്. നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഉപവസിക്കുമ്പോൾ, നമ്മുടെ കഷ്ടത്തിൽ നമ്മുടെ അരികിലേക്ക് ഓടി വരുന്ന ദൈവം അയക്കുന്ന വിശുദ്ധ മാലാഖമാർ. ഹല്ലേലൂയ. വീണ്ടും മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 14 മുതൽ 21 വരെ ഇന്ന് വായനഭാഗത്ത് നിങ്ങൾ വായിച്ചു കേട്ടു. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? അവിടെ എഴുതിയിരിക്കുന്നത് ഒരു മനുഷ്യൻ യേശുവിന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ ആവശ്യം എന്താണ്? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവർക്കറിയാം. അദ്ദേഹത്തിന്റെ ആവശ്യം തന്റെ മകൻ കുഞ്ഞുനാൾ മുതലേ ചുഴലി രോഗം അല്ലെങ്കിൽ ചന്ദ്ര രോഗം എന്ന് പറയാം, അല്ലെ? ചുഴലി വന്ന് പലരും തറയിൽ കിടന്ന് പിടയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്ന് വളരെ കുറവാണ്. എന്റെ കുഞ്ഞുനാളിലൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടികളൊക്കെ തറയിൽ കിടന്ന് ഇങ്ങനെ പിടയ്ക്കുന്നില്ല, വായ്ക്കുള്ളിൽ നിന്ന് ഇങ്ങനെ പതയൊക്കെ പുറത്തേക്ക് ചാടും. ഇപ്പൊ പല മുതിർന്നവർക്ക് താക്കോലൊക്കെ കൊണ്ട് കയ്യിൽ കൊടുക്കും. എന്തിനാണെന്ന് എനിക്ക് അറിയില്ല, കൊടുക്കുമായിരുന്നു. ഇപ്പൊ മുറുകി പിടിച്ചോളാൻ പറയും. പിടിക്കാനായിട്ട് പറ്റത്തില്ല, മറ്റൊരാളെ പിടിച്ചു കൊടുക്കും. ഇങ്ങനെ താക്കോല് എന്താണെന്ന് അറിയില്ല, എന്തെങ്കിലും അതിന്റെ ശാസ്ത്രീയമായ കാര്യമുണ്ടോ എന്ന് അറിയില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ ചന്ദ്രരോഗം ബാധിച്ച, പലപ്പോഴും താഴെ കുഴഞ്ഞ വീട് നുരയും പതയും വായിലൂടെ പുറത്തേക്ക് വരുന്ന ഒരു മകൻ, ഒരപ്പനുണ്ട്. അപ്പന് കണ്ട് സഹിക്കാൻ പറ്റും. അപ്പന് വളരെ വേദനയായി. അപ്പൻ ആ മകനെ കൊണ്ട് ഇവിടേക്ക് കടന്നു വരില്ല. യേശുവിന്റെ അരികിൽ യേശു അത്ഭുതം ചെയ്യുന്ന അറിയാം. പക്ഷെ യേശു ഒത്തിരി ഉള്ളില, ഒരുപാട് ജനങ്ങളാണ് യേശുവിന്റെ അരികിൽ. അപ്പോ ശിഷ്യന്മാർ പുറത്ത് നിൽപ്പുണ്ട്. ആ മനുഷ്യൻ ശിഷ്യന്മാരെ അരികിൽ കൊണ്ടു ചെന്നിട്ട് പറഞ്ഞു, എന്റെ മകന് ഇന്ന അസുഖമാണ്, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് വിടുതൽ നൽകണം. നമ്മളും അങ്ങനെയല്ലേ? ഹല്ലേലൂയ. നമ്മളൊന്നും അങ്ങനെയല്ലേ? കുട്ടികൾ കരയിട്ട് നോക്കില്ല. നമ്മളും അങ്ങനെയല്ലേ? നമ്മൾ ബുദ്ധിമുട്ട് വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ അടിയിലേക്ക് കടന്നു ചെന്ന് പറയുമ്പോൾ, ഈ മകന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ, അവന് ഇന്ന പ്രശ്നമുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കാവോ. ഇവിടെ സംഭവിച്ചതാ, ശിഷ്യന്മാരുടെ അടിയിലേക്ക് കൊണ്ടുപോയി പ്രാർത്ഥിക്കുവാൻ കടന്നു ചെന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുമ്പിൽ നിർത്തി. ശിഷ്യന്മാർ എത്ര പ്രാർത്ഥിച്ചിട്ടും ഈ രോഗം വിട്ടുപോകില്ല. പ്രിയമുള്ളവരെ, അപ്പൻ മടുത്തു. അപ്പൻ ആ മകനെ കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് യേശുവിന് മുമ്പിലെത്തി. അപ്പൻ പറയുകയാണ്, നിന്റെ ശിഷ്യന്മാരിലേക്ക് എന്റെ മകനെ ഞാൻ കൊണ്ടുപോയി, ഒന്ന് പ്രാർത്ഥിക്കാൻ, അവന്റെ രോഗമില്ല. പക്ഷെ അവർക്ക് പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തുവാൻ കഴിയുന്നില്ല. ആ നിമിഷം ഉടനെ യേശു സുഖപ്പെടുത്തുകയല്ല ചെയ്ത്. യേശു എന്താ ചോദിച്ചേ? അവിശ്വാസവും ദുഷ്ടനുമായ തലമുറ, എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടാകും? അവിടെ എത്ര നാൾ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്ത? യേശു അന്വേഷണം പറയുന്നൊരു മറുപടി, ഈ കടുക് മണിയോളം വിശ്വാസം നിനക്കുണ്ടെങ്കിൽ ഈ മലയോട് മാറിപ്പോകാന്ന് പറഞ്ഞാൽ സംഭവിക്കും. കടുക് മണിയോളം വിശ്വാസം എന്ന് പറയുമ്പോൾ കടുക് മണി നിറച്ച് അതിനുള്ളിൽ നിറയെ മാംസം നിറഞ്ഞിരിക്കുക, അല്ലെ? പൊള്ളയായിട്ട് ഒന്നുമില്ല. കടുക് മണി മുഴുവൻ നിറഞ്ഞിരിക്കുക, നിറഞ്ഞ വിശ്വാസം. പ്രിയമുള്ളവരെ, ഈ കടുക് മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് മാറിപ്പോകാൻ നിങ്ങൾ പറഞ്ഞാൽ സംഭവിക്കും. യേശു പറഞ്ഞു കൊടുക്കുകയാണ്. വീണ്ടും യേശു പറഞ്ഞു, നിങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ശിഷ്യന്മാര് യേശു ആ കുഞ്ഞിനെ സുഖപ്പെടുത്തി, ചന്ദ്രരോഗം ബാധിച്ച കുഞ്ഞിനെ യേശു തൊട്ട് സുഖപ്പെടുത്തി പറഞ്ഞയച്ചു. അതിനുശേഷം ശിഷ്യന്മാർ അങ്ങനെ താണ വീട് യേശു ജനങ്ങൾ ചോദിക്കുക, കർത്താവേ, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് സുഖപ്പെടുത്താൻ സാധിക്കാത്ത?
ഈ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ എന്തുകൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ച് നടക്കാത്തെന്താ? ആ നിമിഷം യേശു ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുത്ത മറുപടിയുണ്ട്. അത് അവസാനത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അത് വായിക്കാമോ? 22 മത്തായി 17:14 മുതൽ 21 വരെയാണ് വായിച്ചത്. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ ജാതി വിട്ടുപോകില്ല. വായിക്കാമോ? എല്ലാവരും കേൾക്കട്ടെ. ഓക്കെ, മതി. കേട്ടോ നിങ്ങൾ? യേശു പറഞ്ഞെടുത്ത് എന്താ? പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകില്ല. ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? ഒരു സാത്താൻ, ഒരു ജാതി, യേശു പറഞ്ഞ ജാതി തടസ്സപ്പെടുത്തി നിന്നു. ദാനിയേൽ അതിനു പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമാണ് ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചത്. ഇവിടെ യേശു പറയുന്ന ഒരു കാര്യം, ഉപവാസത്താലും പ്രാർത്ഥനയും അല്ലാതെ ഈ ജാതി നീങ്ങി പോകില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയുന്നത്, യേശു ഈ ഭൂമിയിൽ മനുഷ്യരോടൊപ്പം ഉണ്ടായിരുന്ന ശിഷ്യന്മാരുണ്ടായി. ആ ശിഷ്യന്മാർക്ക് ശേഷം വീണ്ടും ഈ ലോകത്ത് മുഴുവൻ ഒരൊറ്റ മനുഷ്യന്റെ 3.5 വർഷത്തെ ശുശ്രൂഷയിലൂടെ ഈ ലോകം മുഴുവൻ യേശുവിനെ അറിഞ്ഞു, അല്ലെ? ഇന്ന് മാധ്യമങ്ങളിലൂടെ ലോകത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷം എത്തി. ഏതിന് വചനമാണ്? ലോകത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷം എത്തും. സുവിശേഷം ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തി. എല്ലാ മനുഷ്യരും സുവിശേഷം കേട്ടിരിക്കുക, യേശുവിനെ അറിഞ്ഞിരിക്കുക. പ്രിയമുള്ളവരെ, ഇതിൽ ഒത്തിരി പേര് ശിഷ്യന്മാർ, യേശുവിന് ശിഷ്യന്മാർ വേണമെന്ന് ആഗ്രഹമുണ്ട്. ഇന്ന് ശിഷ്യന്മാരുണ്ടോ? യേശുവിന് ഉണ്ടോ? ഇല്ല. ഇന്ന് യേശുവിനുള്ള എല്ലാം ഭക്തന്മാരുണ്ട്. യേശുവിന് ശിഷ്യന്മാരല്ല. എന്താ ശിഷ്യന്റെ ഗുണം? എന്റെ ശിഷ്യനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് വേണം? തന്നെത്താൻ താഴ്ത്തി, അല്ലെ? തന്നെത്താൻ താഴ്ത്തി എളിമപ്പെടുത്തി. പ്രിയമുള്ളവരെ, ശിഷ്യനാകാനുള്ള യോഗ്യത യേശു കാണിച്ചു കൊടുത്തു. എങ്ങനെയാണ് കാണിച്ചു കൊടുത്തത്? യഹൂദനായ യേശു ഒരു തോർത്തെടുത്ത് അരയിൽ ചുറ്റിയിട്ട് ഒരു മനുഷ്യന്റെ, ഒരു ശിഷ്യന്റെ കാല് കഴിയുകൊണ്ടിരിക്കുക, ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഉന്നതനാകാൻ ആഗ്രഹിക്കുമെങ്കിൽ ശുശ്രൂഷനായിട്ട് മാറണം. യേശുവിന്റെ ശുശ്രൂഷകനെ യേശു വേണ്ട, ശിഷ്യനെ വേണ്ട. ശിഷ്യൻ എന്ന് പറയുമ്പോൾ ത്യാഗം ഏറ്റെടുക്കേണ്ടി വരും, കഷ്ടപ്പാട് സഹിക്കേണ്ടി വരും. ഉപവാസത്താലും പ്രാർത്ഥനയും ഇല്ലാതെ ശിഷ്യനാകാൻ കഴിയില്ല. പ്രിയമുള്ളൊരു ശിഷ്യത്വത്തിന്റെ പദവിയിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമേ യേശുവിന്റെ പ്രവൃത്തി ഒരാളോട് സംഭവിക്കൂ. ഒരാൾക്ക് യേശുവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഒരുപക്ഷെ ശക്തി ലഭിക്കുന്നത് ഉപവാസവും പ്രാർത്ഥനയിലൂടെ ആണ് ശിഷ്യത്വത്തിന്റെ പദവിയിലേക്ക് എത്തുവാൻ സാധിക്കൂ. ശിഷ്യത്വത്തിന്റെ പദവിയിൽ എത്തുമ്പോൾ മാത്രമേ യേശുവിന്റെ ശുശ്രൂഷ പൂർണ്ണമായിട്ട് ചെയ്യുവാൻ കഴിയൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും 40 ദിവസം ഉപവസിച്ച യേശുവിനെ കാണുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും 40 ദിവസം ഉപവസിച്ച യേശുവിനെ കാണുവാൻ കഴിയും. എന്തിനാ യേശു 40 ദിവസം ഉപവസിച്ച? അവിടെ നമുക്ക് കാണുവാൻ പറ്റുന്നത് യേശു ഉപവാസം തീർത്ത്, യേശു ഉപവാസം 40 ദിവസം ഉപവാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കാണുന്ന കാഴ്ച എന്താ? മുമ്പിൽ നിൽക്കണ ആരാ? സാത്താൻ നിൽക്കുക. സാത്താൻ എന്താ പറഞ്ഞേ? നിനക്ക് ഒരുപാട് വിശപ്പുണ്ടല്ലോ, ഈ കല്ലിനെ അപ്പമാക്കിലൂടെ, അല്ലെ? സാത്താൻ ചോദിക്കുന്ന കാര്യം. നീ എന്നെ താഴെ വണങ്ങിയാൽ ഈ ലോകം മുഴുവൻ നിനക്ക് തരാം. നീ മലമേൽ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയാൽ നിന്റെ ദൂതന്മാർ പിടിച്ചുകൊള്ളു. സാത്താൻ 3 പരീക്ഷണങ്ങളാണ് നടത്തുന്നത്. ഹല്ലേലൂയ. ഈ 3 പരീക്ഷകളിൽ വിജയിക്കുവാൻ വേണ്ടിയാണ് യേശു 40 ദിവസം ഉപവസിച്ചത്. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പരീക്ഷണങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ പോകുന്ന അനർത്ഥങ്ങൾ വരാതിരിക്കുവാൻ വേണ്ടി ഉപവാസം യേശു ഉപവസിച്ച് നമുക്ക് കാണിച്ചു തന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, ഉപവാസത്താൽ പ്രാർത്ഥനയും അല്ലാതെ ഈ ജാതി നീങ്ങി പോവില്ല, ഈ സാത്താൻ വിട്ടുപോവില്ല. നീ തിന്മശക്തി ഉണ്ടോ? സാത്താൻ ഉണ്ടോ? ഭൂമിയിൽ ഉണ്ടെന്ന് ബോധ്യമായില്ലേ? തീർച്ചയായിട്ടും സാത്താൻ ഉണ്ടെന്ന് പല സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ട് മനുഷ്യനിലൂടെയാണ് സാത്താൻ പ്രവർത്തിക്കുന്നത്. മനുഷ്യനിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. മനുഷ്യനിലൂടെയാണ് സാത്താൻ പ്രവർത്തിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയും, ഇയാൾ എന്താ ഇങ്ങനെ, അല്ലെ? പറയാറില്ലേ, ഇവിടെ എന്താ ഇങ്ങനെ, അല്ലെ? ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കണ്ടു നിൽക്കാൻ എന്ത് രസമല്ലേ? ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കണ്ടു നിൽക്കാൻ എന്ത് രസമാണ്? അല്ലെങ്കിൽ നമ്മൾ ഭ്രാന്ത് ഉണ്ടാക്കിച്ചിരിക്കും, അല്ലെ?
ഞാൻ ഒരു ദിവസം ഇവിടെ തൊട്ടുമേളിൽ ബാബു ചന്ദ്രൻ്റെ അവിടെ അമ്മ മരിച്ച് മരണം കഴിഞ്ഞിട്ട് ഞാനിവിടെ നിന്ന് മടങ്ങി ചെല്ലുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു വീട്ടിലെ പയ്യനെ വിളിച്ചു മാമ എന്ന് വിളിക്കുകയാണ്. അവൻ്റെ പേര് രാജീവ് എന്നാണ്. ഞാൻ അവിടേക്ക് ഇറങ്ങി. അവൻ്റെ വിളി കേട്ട് ബൈക്കോടെ നിർത്തിയിട്ട് ഞാൻ അവിടെ ഇറങ്ങി. ഞാൻ ആ വീടിനകം പോയി നോക്കി. നമ്മുടെ നാട്ടിലാണ്. അകത്ത് നോക്കുമ്പോൾ നിങ്ങളൊന്ന് കയറി നോക്കണം വീട്. ആ ചേച്ചിയുടെ പേര് ജസീന്ത് എന്നാണ്. നമ്മുടെ നാട്ടിലാണ്. നിങ്ങളിങ്ങനെ നോക്കണം. ഞാൻ അന്ന് വീട്ടിൽ കിടന്നിട്ട് എനിക്ക് ഉറക്കം പറ്റില്ല. എന്ത് ഭംഗിയായിട്ടാണ് ദൈവം നമ്മളെ ഉണർത്തുന്നത്. എൻ്റെ വീട്ടിൽ എന്ത് സുഖമായിട്ട് ദൈവം കിടക്കുന്നത്. എത്ര നല്ല മെത്തേനെയാണ് കിടക്കണം. അവർ മനുഷ്യനാണ്. ഹല്ലേലൂയ. അവർ മനുഷ്യനാണ്. ഞാൻ പരിശുദ്ധ ജംഗ്ഷനിൽ ഒരു 22 വർഷത്തിന് മുമ്പ് പരിശുദ്ധ ജംഗ്ഷനിൽ കോട്ടയത്ത് ജോലി കഴിഞ്ഞ് ഏഴാട് എക്സ്പ്രസ് വന്ന് 9:30 ട്രിവാൻഡ്രത്ത് ഇറങ്ങി. അവിടെ നിന്ന് ബസ്സിൽ കയറി 11:30 മണി ആയിട്ടുണ്ടാവും. പരിശുദ്ധ ജംഗ്ഷനിൽ ഇറങ്ങി അവിടെ റോഡിലേക്ക് നടക്കുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലമാണ് പറയുക. അന്നും മുരുക ഹോട്ടലുണ്ട്, സുഗുണന്റെ കടയുണ്ട്. അന്ന് ആ കടയുടെ പുറകിൽ അച്ചുമരത്ത് ഒരു ഓട്ടോയിട്ട് കണ്ടു. മണിയണ്ണൻ അറിയാം. അവിടെ പോയി ദോശ കഴിച്ചിട്ട് ലോറി ഡ്രൈവേഴ്സ്, ലോറി പോണവരാ മിക്കവാറും ആ കടയിൽ കയറുന്നത് രാത്രിയിൽ. ആ കച്ചവടം കരുതിയ അയാൾ രാത്രി കട തുറന്ന് വയ്ക്കണം. ആ കടയിൽ കയറി പുട്ടും കടലയും പപ്പടമൊക്കെ കഴിച്ചിട്ട് ഈ ഇല ചുരുട്ടി ഈ ഓട്ടയ്ക്കുള്ളിലൂടെ പുറത്തേക്ക് ഇടും. പ്രിയമുള്ളവരെ, അതിനടുത്ത് ഇന്നതേക്ക് നശിപ്പിച്ചു തോന്നും. ഒരു കല്ലമ്പലം ഉണ്ടായിരുന്നു. ആ കല്ലമ്പലത്തിൽ നിന്ന് രാത്രി 11:30 മണിക്ക് ഞാൻ നോക്കുമ്പോൾ ഒരു ജട പിടിച്ച മനുഷ്യൻ ഓടി വന്നിട്ട് ആ എച്ചിലില തുറന്നു വെച്ചിട്ട് അതിലിരിക്കുന്ന ഭക്ഷണം തുള്ളിപ്പറക്കി കഴിക്കുകയാണ്. ഞാൻ ആ നിമിഷത്തോടെ സ്തബ്ധനായിട്ട് നിന്നു. ഞാൻ നല്ല ഷർട്ടും പാൻറ്റും ഇട്ട് ഷൂസൊക്കെ ഇട്ട് ഞാനിങ്ങനെ എയിം ചെയ്ത് ഞാൻ അവരോട് ബാഗ് നോക്കി ഞാൻ മുകളിലോട്ട് പോവുകയാണ്. യേശുവിനോടൊരു ചോദ്യം എനിക്ക് മനസ്സിലുണ്ടായി. കർത്താവേ, എന്താ ഈ മനുഷ്യൻ ഇങ്ങനെ? എന്താ കർത്താവ് ഇയാളിങ്ങനെ? എന്താ ഞാനിങ്ങനെ? അവനൊരു അമ്മ പറ്റല്ലേ? അവന് എന്നെ ഒരു അമ്മ പ്രസവിച്ചല്ലേ? ദൈവത്തിന് എന്താ ഈ വ്യത്യസ്തത? ദൈവം എന്തിനാ ഈ വ്യത്യസ്തത കാണിക്കണേ? അയാൾ എന്തിനാ അങ്ങനെ ആക്കിയത്? എന്തിനാ എന്നെ ഇങ്ങനെ ആക്കിയത്? എന്റെ ചോദ്യമായിരുന്നു ദൈവത്തോട്. ഞാൻ മേളിലേക്ക് റെയിൽവേ ക്രോസ് കഴിഞ്ഞു, പാലം കഴിഞ്ഞ് മേളിലേക്ക് നടന്ന് ഓഫീസ് നട കഴിഞ്ഞു, വീണ്ടും മേളിലേക്ക് നടന്ന് ഈ ചോദ്യവുമായിട്ട് മുകളിലേക്ക് നടന്നു പോയി. വീട്ടിൽ പോയി കുളിച്ചു. ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ എൻ്റെ ചെവിയിൽ എൻ്റെ ഉള്ളിനുള്ളിലൊരു ചിന്ത കടന്നു വന്നത് ഇങ്ങനെയാണ്: മോനേടാ, അവന് വേണ്ടിയിട്ടാണ് എന്നെ സൃഷ്ടിച്ചത്. അവന് വേണ്ടിയാണ് എന്നെ ഞാൻ സൃഷ്ടിച്ചത്. യസീന്ത ചേച്ചിക്ക് വേണ്ടിയാണ് നിങ്ങളെ ദൈവം സമ്പന്നനാക്കിയത്. യസീന്ത ചേച്ചിയുടെ വീട് പണിവാനാണ് നിങ്ങളെ സമ്പന്നനാക്കിയ ദൈവം. നിങ്ങൾക്ക് നല്ല വീട് തന്നത് യസീന്ത ചേച്ചി ഇവരുള്ളവരെ കാണാൻ വേണ്ടിയാണ്. കാണാതെ പോലെ കുറച്ച് നാളത്തെ ജീവിതമുള്ളൂ. കുറച്ച് ദിവസം നമ്മളോട് ജീവിക്കും. അതിന് നമ്മളില്ലാണ്ടാവും. അവിടെ പോകുമ്പോൾ ചോദിക്കും, മക്കളേടാ, എൻ്റെ വീട്ടിലെടുത്ത് ലാസർ എന്നുള്ള ഒരാളുണ്ടായിരുന്നു, നീ കണ്ടില്ലേ അവരെ? അവന്റെ ശരീരം മുഴുവരിച്ചിരുന്നു, പട്ടിക നക്കിയിരുന്നു അവനെ, നീ അവനെ കണ്ടില്ലേ? മറക്കരുത് നിങ്ങൾ. ദൈവം നമ്മളെ നന്നായിട്ട് ഉന്നതിലേക്ക് ഉയർത്തിയത്, ദൈവം നമ്മളെ ഇത്തരത്തിലാക്കിയത് പലരുടെയും സഹായം കൊണ്ട് തന്നെ പല കാര്യങ്ങളും കൂടെ ചെയ്തു പോകുന്നു. നിങ്ങളെല്ലാവരും ഒരുപാട് പേരെ സഹായിച്ചു. നല്ലൊരു ദേവാലയം നിങ്ങൾ ആരാധിക്കാനുണ്ടാക്കി. നന്ദി പറയുക ഞാൻ ദൈവത്തിന്. നിങ്ങളുടെ അധ്വാനമാണ്. ചുരുക്കം ചിലർ നിങ്ങളുടെ കഷ്ടപ്പാടായി ഈ ആലയം കടന്നു വന്നപ്പോൾ ഉണ്ടായ മാറ്റമുണ്ടോ ഈ ദേശത്തിൽ? ഞാൻ വെറുതെ പറയുകയല്ല. ഒരുപാട് പള്ളി പോയിട്ടുണ്ട്. എവിടെയൊക്കെ പള്ളി വന്നിട്ടുണ്ടോ അവിടെ മാറ്റം വന്നിട്ടുണ്ട്. ദേശത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. വെറുതെ പറയുകയല്ല. പണ്ടുള്ള അമ്മച്ചിമാര് പറയുകയായിരുന്നു, മക്കളെ ബേഗടിച്ച് പാടുമ്പോൾ സാത്താൻ ഓടിക്കളിയാണ്. എന്തുകൊണ്ടാണ് കെട്ടിയിട്ടിരിക്കണേ? തിന്മശക്തിയുടെ ബന്ധനമായിരുന്നു. ആ സാത്താനെ കുറിച്ച് ഈ ബൈബിളിൽ ഈ സമയം മുഴുവൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ ദേശത്തെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു സാത്താൻ. ബാൻഡടിച്ച് നിങ്ങൾ പാടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ കടന്നു വരും, സാത്താൻ ഓടും. അതുകൊണ്ടാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ദാവീദ് കിന്നരം വായിക്കും. ഒരു മകന്റെ അഭിനന്ദ വയലിൽ വായിച്ചത് നിങ്ങൾ കേട്ടില്ലേ? ദാവീദ് കിന്നരം വായിക്കുന്ന നിമിഷത്തിൽ ശൗലിന്റെ മേൽ ഉണ്ടായിരുന്ന ദുരാത്മാവ് ഓടിക്കളഞ്ഞു. വചനമാണ്. നിങ്ങൾ പാട്ട് പാടുമ്പോൾ ഈ കീബോർഡിന്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കുമ്പോൾ ദുരാത്മാവ് ഓടിക്കളയും. ഹല്ലേലൂയ. ഒരിക്കലും എലീശ പ്രവാചകൻ ഒരാൾ ചോദിക്കുക, ഞങ്ങൾ യുദ്ധത്തിന് പോവുകയാണ്, ഈ യാത്ര ശരിയാണോ, ശുഭമാണോ എന്ന് പറയാവോ, പ്രാർത്ഥിച്ചു പറയാമോ? എലീശ പ്രവാചകൻ ചോദിച്ചു. എലീശ പ്രവാചകൻ പറഞ്ഞു, പെട്ടെന്ന് അങ്ങോട്ട് കിട്ടുന്നില്ല.
എലീശ പ്രവാചകൻ പറഞ്ഞു ഒരു പാട്ട് പാടുന്ന ഒരാളെ വിളിച്ചുകൊണ്ടാണ്. എലീശ പ്രവാചകൻ പറഞ്ഞു ഒരു പാട്ട് പാടുന്ന ആളെ വിളിച്ചുകൊണ്ടാണ്. പാട്ട് പാടുന്ന ആൾ വന്ന് അദ്ദേഹം പാട്ട് പാടുന്ന നിമിഷത്തിൽ എലീശ പ്രവാചകന്റെ ആത്മാവ് നിറഞ്ഞു. എലീശ പ്രവാചകൻ ധൈര്യമായിട്ട് പോകാം. ഹല്ലേലൂയ. ഈ പാട്ടും പ്രാർത്ഥനയ്ക്കും ഈ വയലിനും ഈ കീബോർഡിനൊക്കെ അർത്ഥമുണ്ടെന്ന് ചുമ്മാ അതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഇതിന്റെ സ്വരം വരുമ്പോൾ ദുരാത്മാവിന് നിൽക്കാൻ പറ്റത്തില്ല. എൻ്റെ പള്ളിയിൽ പണ്ട് എൻ്റെ കുഞ്ഞുനാളിൽ എല്ലാ ഞായറാഴ്ച മാത്രമല്ല ഇടയ്ക്കുള്ള ആരാധനയ്ക്ക് തൊട്ടടുത്ത വീടായിട്ട് എനിക്ക് കേൾക്കാം. കപ്പിയാർ ബെല്ലടിക്കുന്ന സമയത്ത് ഒരു പട്ടി ഓരിയിടാൻ തുടങ്ങും. പട്ടി ഓരിയിടാൻ കണ്ടിട്ടുണ്ടോ? എൻ്റെ അപ്പച്ചൻ വീട്ടിലുണ്ടായിരുന്നു പറയുമായിരുന്നു പട്ടിയെടുത്ത് ഉണ്ടായിരിക്കാൻ പറയും. അപ്പം അപ്പച്ചൻ പറയും ഏതോ അന്നത്തെ വാക്കിൽ പറയും ഏതോ ദുരാത്മാവ് കടന്നു വന്നിട്ടുണ്ട്. പട്ടിക്ക് കാണാൻ പറ്റും. ശാസ്ത്രം തെളിയിച്ച കാര്യമാണെന്നേ. വെറുതെ പറയില്ല. നിങ്ങൾ പ്രീസ്റ്റ് എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? പ്രീസ്റ്റ്, മമ്മൂട്ടിയുടെ ഒരു സിനിമ പ്രീസ്റ്റ്. അതിലൊരു പട്ടിയുണ്ട്. ആ പട്ടിക്ക് ദുരാത്മാവ് വരുമ്പോ പട്ടിക്ക് അറിയാൻ കഴിയും. ശാസ്ത്രം തെളിയിച്ച കാര്യം കേട്ടോ. ദുരാത്മാവ് വരുമ്പോ നെഗറ്റീവ് എനർജി അതിന് അളക്കാനുള്ള ഉപകരണം ഉണ്ടെന്ന് നമ്മളെ ഈ ക്ലോക്ക് പോലെ ഇരിക്കും. നെഗറ്റീവ് എനർജി ഒരു സ്ഥലത്ത് എത്രമാത്രം ഉണ്ടെന്ന് ഈ ക്ലോക്ക് ഒരു ടൈം പീസ് പോലത്തെ സാധനം കൊണ്ട് വയ്ക്കുമ്പോൾ അറിയാൻ പറ്റും. ആ നീഡിൽ ഇങ്ങനെ എത്രമാത്രം മുകളിലേക്ക് പോകുമോ അതനുസരിച്ച് നെഗറ്റീവ് എനർജി അവിടെ എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഹല്ലേലൂയ. ചില പാസ്റ്റർമാര് ചില അച്ഛന്മാര് നിങ്ങളെ വീട്ടിൽ വന്നിട്ട് പറയാറുണ്ട് നല്ല ബ്ലെസ്സിംഗ് ഉള്ള വീടാണ് പറയാറില്ല. കേട്ടിട്ടില്ലേ? ചില വീട്ടിൽ വന്ന് പറയില്ലേ ഇവിടെ മൂദേവി നിറഞ്ഞു കിടക്കുക, അന്ധകാരം നിറഞ്ഞു കിടക്കുക, ഇരുട്ട് നിറഞ്ഞു കിടക്കുക പറഞ്ഞു കേട്ടിട്ടില്ല? ഇതിനൊക്കെ അർത്ഥമുണ്ടെന്ന് ചുമ്മാ പറയാനല്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് രാവിലെ വൈകിട്ട് കൈയടിച്ച് പാട്ട് പാടുന്നതൊക്കെ നിങ്ങളോട് പറഞ്ഞ ചുമ്മാ പറയണല്ല. നിങ്ങളുടെ വീട്ടിലെ പല അനർത്ഥങ്ങൾക്കും പ്രശ്നങ്ങൾക്കും വഴക്കുകൾക്കും കാരണം അതിനുള്ളിൽ കൂടിക്കൊള്ളുന്ന സാത്താനാണ്. ഞാൻ ഈ സ്ഥലത്ത് നിന്ന് പറയുക, വെല്ലുവിളിച്ച് പറയുക, നിങ്ങൾ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു നോക്ക്. എസ്തേർ പറഞ്ഞ പോലെ ആ ബന്ധനാഴി വിട്ടുപോകും. ഉറപ്പിച്ചു പറയുക. പലരുടെ അനുഭവമാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളില്ലേ പരിഹരിക്കാൻ പറ്റാത്ത പ്രാർത്ഥനാ വിഷയം പലരോടും പറഞ്ഞു നടക്കണില്ല. എന്തിനും ഭക്ഷണം കഴിക്കാതിരിക്കണം. അതിന് മറുപടിയാണ് ഞാൻ ഈ വചനത്തിന്റെ മുഴുവൻ പറഞ്ഞത്. നിങ്ങൾ ഫാസ്റ്റിംഗ് എടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ചു നോക്ക്, ദൈവം മറുപടി തരും. ഉറപ്പാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാവോ? എല്ലാവരും എഴുന്നേറ്റിരിക്കുക. നാട്ടിലുള്ള കഷ്ടപ്പാട് സഹിക്കുന്ന മക്കളെ മറന്നുപോലെ. ഹല്ലേലൂയ. ഇവന് വേണ്ടിയാണ്, ഇവൾക്ക് വേണ്ടിയാണ് മക്കളെ നിങ്ങളെ